കനത്ത മഴയെ തുടർന്ന് അടൂർ സഞ്ചക്കടവിൽ വീടിന്റെ മതിൽ തകർന്നു വീണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മരിച്ച 2 പേരും സഹോദരങ്ങളാണ്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന അബൂബക്കർ സൗദ ദമ്പതികളുടെ മക്കളായ മുൻസിർ എന്ന 9 വയസ്സുകാരനും മുസമ്മിൽ എന്ന 14 വയസ്സുകാരനുമാണ് അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെട്ട് ദാരുണമായി മരിച്ചത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന 14 വയസ്സുകാരനായ മറ്റൊരു കുട്ടിയെ ഗുരുതര നിലയിൽ ചെങ്കള 4-ാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:45 നാടിനെ ആകെ നടുക്കിയ സംഭവം. അബൂബക്കറിന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വീടിന്റെ ചെങ്കൽ മതിൽ പൊടുന്നനെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ ഓടിയെത്തിയ നാട്ടുകാരും ആദൂർ പോലീസും ചേർന്നാണ് അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും എത്തി. മതിലിന് സമീപം കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. എന്താ സംഭവിച്ചത്? മണ്ണിടിഞ്ഞതാണ്. ഇവിടെ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു, കുട്ടികളെ വെച്ചിട്ട്, കട പോലെ വെച്ചിട്ട്. ആ അതിലുണ്ടായിരുന്ന 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മഴ തുടർന്നുകൊണ്ടായിരുന്നു. മഴ തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. കുട്ടികൾ എന്ത് ചെയ്യും? വെറുതെ ഇരുന്നുണ്ടായത്? അല്ലല്ല, കുട്ടികൾ ഇവിടെ വെറുതെ ടൈം പാസിന് ചെറിയൊരു ചോടം പോലെ രീതിയിലേക്ക് ചെറിയ ആക്കിയതാണ്. കുട്ടികളെ ആശുപത്രിയിലുണ്ട്. എങ്ങനെയാണ് കുട്ടികളെ? 2 കുട്ടികൾ മരിച്ചെന്നാണ് വിവരം കിട്ടുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഹോസ്പിറ്റലിലുണ്ട്. മരണപ്പെട്ട 2 പേരുടെയും മൃതദേഹം മുള്ളേരിയയിലെ EK നായനാർ സഹകരണ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്തിടെ ഗൃഹപ്രവേശം നടന്ന വീടിന്റെ മതിലാണ് തകർന്നു വീണതെന്നും അറിയുന്നു. കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊരു അത്യാഹിതമുണ്ടായി എന്നത് എല്ലാവരെയും ആശങ്കാകുലരാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുള്ളേരിയ.